2014 രൂപം കൊണ്ടെങ്കിലും ഇതുവരെ ഒരു കിരീടം പോലും നേടാൻ സാധിച്ചില്ലെന്ന നാണക്കേട് കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. 2014, 2016, 2021, 22 സീസണുകളിൽ ഫൈനലിൽ എത്തിയതാണ് ഇതുവരെ മഞ്ഞപ്പടയുടെ ഏറ്റവും മികച്ച നേട്ടം. ഇവാൻ വുക്കോമാനോവിച്ച് പരിശീലകനായി എത്തിയതോടെ ടീമിന്റെ പ്രകടനങ്ങളിൽ പുരോഗതി വന്നിരുന്നു. ഇവാൻ പരിശീലിപ്പിച്ച 3 സീസണുകളിലും മഞ്ഞപ്പട ISL പ്ലേ ഓഫിലെത്തി. എന്നാൽ കിരീട നേട്ടം അപ്പോഴും അകന്നു തന്നെ നിന്നു. 2024-25 സീസണിൽ ഇവാൻ വുക്കോമാനോവിച്ചിന് പകരം മൈക്കൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു. പുതിയ പരിശീലകന് കീഴിൽ ഇക്കുറി ആദ്യ കിരീടം നേടാമെന്ന പ്രതീക്ഷയിലാണ് മഞ്ഞപ്പട ആരാധകർ. സ്റ്റാറയ്ക്ക് കീഴിൽ കളിക്കുന്ന ആദ്യ ടൂർണമെന്റായ ഡ്യൂറൻ കപ്പിൽ ഇപ്പോൾ കിടിലൻ ഫോമിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 3 മത്സരങ്ങളിൽ 2 ജയവും 1 സമനിലയുമാണ് ടീമിന്റെ സമ്പാദ്യം. ഈ 3 കളികളിൽ നിന്ന് 16 ഗോളുകൾ മഞ്ഞപ്പട അടിച്ചുകൂട്ടി എന്നതാണ് ശ്രദ്ധേയം. മുന്നേറ്റ നിരയുടെ ഉജ്ജ്വല പ്രകടനമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ കരുത്ത്. ഈ സീസണിൽ ടീമിലെത്തിയ മൊറോക്കൻ താരം നോഹ സദയിയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. ഡ്യൂറൻ കപ്പിൽ 3 കളികളിൽ നിന്ന് 2 ഹാട്രിക് നേടി മിന്നും ഫോമിലാണ് അദ്ദേഹം. നോഹ സദയിയെ ടീമിലെത്തിച്ചത് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച നീക്കമാണെന്ന് വ്യക്തമാക്കുന്നതാണ് താരത്തിന്റെ ഇപ്പോഴത്തെ പ്രകടനങ്ങൾ. ക്വാമെ പെപ്രയും നോഹ സദയിയും ചേർന്നുള്ള മുന്നേറ്റ നിര ISLലെ തന്നെ ഏറ്റവും മികച്ച മുന്നേറ്റ ജോഡിയായി മാറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നോഹ സദയിയുടെ സൈനിങ് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലവര മാറ്റുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. FC ഗോവയിൽ നിന്ന് 2 വർഷത്തെ കരാറിലാണ് നോഹ സദയി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. ഡ്യൂറൻ കപ്പിൽ മുംബൈ സിറ്റി FCക്കെതിരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ താരത്തിന്റെ അരങ്ങേറ്റം. ഈ കളിയിൽ ഹാട്രിക് നേടിയ നോഹ ശനിയാഴ്ച CISFനെതിരെ നടന്ന പോരാട്ടത്തിലും ഹാട്രിക് സ്വന്തമാക്കി. കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് നോഹയുടെ സമ്പാദ്യം. കഴിഞ്ഞ സീസണിൽ മഞ്ഞപ്പടയിലെത്തിയ ഗാന താരമാണ് ക്വാമെ പെപ്ര. പരിക്ക് മൂലം കഴിഞ്ഞ സീസണിന്റെ 2ാം ഘട്ട മത്സരങ്ങൾ നഷ്ടമായ പെപ്ര ഈ സീസണിൽ ഉജ്ജ്വല ഫോമിലാണ്. ഡ്യൂറൻ കപ്പിലെ ആദ്യ കളിയിൽ ഹാട്രിക് നേടിയ താരം ഇന്നലെ CSFനെതിരെ 1 ഗോളും നേടി. നിലവിൽ ഡ്യൂറൻ കപ്പിൽ 3 കളികളിൽ നിന്ന് 4 ഗോളുകളും അത്ര തന്നെ അസിസ്റ്റുകളുമാണ് പെപ്രയുടെ സമ്പാദ്യം. 2024-25 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തെ നയിക്കുക പെപ്രയും സദൈവിയും ചേർന്നാവും. അതുകൊണ്ട് തന്നെ ഈ ജോഡിയുടെ മിന്നും ഫോം സീസണിന്റെ തുടക്കത്തിൽ തന്നെ മഞ്ഞപ്പടയ്ക്ക് പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. ഇതേ ഫോം തുടർന്നാൽ ISLലെയും ഏറ്റവും മികച്ച ആക്രമണ ജോഡിയായി മാറാനും മഞ്ഞപ്പടയെ ആദ്യ ISL കിരീടത്തിലേക്ക് നയിക്കാനും ഇവർക്കാകും എന്നതാണ് പ്രതീക്ഷ.